ഹായ് ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും ചെമ്പനീർ പൂവിൻ്റെ അടുത്ത ആഴ്ചത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് സ്വാഗതം. ചെമ്പനീർ പൂവ് സീരിയലിനെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാരും ഈ ഒരു പ്രൊമോ റിവ്യൂ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് പോണേ കൂട്ടുകാരെ. അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്ന സമയത്താണെങ്കിൽ രേവതി മൊത്തത്തിൽ ഇങ്ങനെ പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. സച്ചിയാണെങ്കിൽ കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് സച്ചി വിവരം അറിയുന്നത്. കടയാണെങ്കിൽ മുനിസിപ്പാലിറ്റിക്കാരാ തോന്നുന്നുണ്ട് കട പൊളിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സച്ചിയാണെങ്കിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചന്ദ്രമതിയുടെതൊക്കെ ചോദിക്കുകയാണ്. ആർക്കും ഒരു ശല്യമില്ലാണ്ട് അവിടെ ഇരുന്ന കടയാണ്, അത് പൊളിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യം അവർക്ക് എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ശ്രുതിയാണെങ്കിൽ വന്നിട്ട് പറയാണ്, അതെ ജനങ്ങൾക്കൊക്കെ നടക്കണം, ഇങ്ങനെ പൂക്കളിൽ ചവിട്ടിയിട്ട് നടന്നു കഴിഞ്ഞാൽ പരാതി കൊടുത്തിട്ടുണ്ടാവും, അതന്നെയാണെന്ന് പറയുന്നത് കേട്ടോ. ഇത് സംഭവം വേറെ ഒന്നുമല്ല, വർഷയുടെ അമ്മയാണെങ്കിൽ വർഷനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ സച്ചിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ചന്ദ്രമതിയാണല്ലോ ആ പൂക്കൾ എടുത്ത് കൊടുത്തത്. അപ്പോൾ പിന്നെ ചന്ദ്രമതിക്ക് നല്ല രീതിയിൽ നാണക്കേടായ പോലെ തോന്നി. അങ്ങനെ ശ്രുതിയും ഈ പറഞ്ഞ മാതിരി ചന്ദ്രമതിയും കൂടി കാണിച്ചിട്ടുള്ള പൊറോട്ട നാടകമാണ്. എന്തായാലും നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയുടെ സങ്കടം ഒപ്പാൻ വേണ്ടിയിട്ട് സച്ചി പോയിട്ട് ഒരു പുതിയൊരു സ്കൂട്ടർ വാങ്ങിയിട്ട് വരികയാണ് കേട്ടോ സുഹൃത്തുക്കളെ. എന്നിട്ട് സച്ചിയാണെങ്കിൽ എല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട് കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ ആരൊക്കെ രേവതിനെ തളർത്താൻ നോക്കിയാലും ഞാനുള്ളിടത്തോളം കാലം രേവതിനെ തളർത്താൻ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല, രേവതി വളർന്നു വരത്തേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് സച്ചിയാണെങ്കിൽ ആ ഒരു സ്കൂട്ടറിൻ്റെ താക്കോലാണെങ്കിൽ നമ്മുടെ രേവതിയുടെ കയ്യിൽ കൊടുക്കാൻ കേട്ടോ സുഹൃത്തുക്കളെ. രേവതി ആണെങ്കിൽ ആ ഒരു താക്കോല് മേടിച്ചിട്ട് ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് ആ ഒരു സ്കൂട്ടറാണെങ്കിൽ എടുക്കാൻ കേട്ടോ. സച്ചിയാണെങ്കിൽ പിന്നിലിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി കൊടുത്ത ആ ഒരു മൊബൈൽ ഫ്ലവർ ഷോപ്പ് പദ്ധതിയിലൂടെ നമ്മുടെ രേവതി ആണെങ്കിൽ ഇനി അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ചന്ദ്രമതിയുടെയും ശ്രുതിയുടെയും അഹങ്കാരത്തിന് നല്ല രീതിയിലൊരു വീഴ്ച വന്നിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അടുത്തൊരു പ്രൊമോ ആയിട്ട് ഉടനെ വരാം.